ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്നലത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കമലയുടെ ആ ഒരു സംസാരമാണ് കേട്ടോ. അപ്പൊ കമലയുടെ സംസാരം ചൊറിഞ്ഞു കയറുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ്. നമുക്ക് മാത്രമല്ല ശിവനും മനുവിനും കേട്ട് നിൽക്കുന്നവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് കമലയെ എടുത്തിട്ട് അടിക്കാൻ തോന്നും. അതുപോലെയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മനു ആ പത്രത്തിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും ആ ഒരു കോഫി കൊണ്ടുവന്ന് ഒരു ഒറ്റ ഇടലാണ് ഇടുന്നത് ആ ഒരു ഡൈനിങ് ടേബിളിലേക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ മനു ചോദിച്ചു, ഇത് എന്താ അമ്മ ഈ കാണിക്കുന്നത്? ഇപ്പൊ ആരെങ്കിലും അമ്മയോട് കോഫി ചോദിച്ചോ? ആരും ചോദിച്ചില്ല. അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ ഈ കോഫി എടുത്തോണ്ട് വന്നത്. എന്നിട്ട് എന്തിനാ അമ്മ ഈ കോഫി അല്ല കേട്ടോ, ചായയാണേ, ചായ കൊണ്ട് ഇങ്ങനെ വലിച്ചിടുന്നത്? അമ്മ ആരോടാ ഈ ദേഷ്യം കാണിക്കുന്നത്? അമ്മ ആരോടാ ഈ തുള്ളുന്നത്? എന്തിന്റെ ഏനക്കേടാ? ഇതുവരെ അസുഖം തീരാറായില്ലേ? രോഹിത് ഇറങ്ങി ഇപ്പം അവന് ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴും അതെന്തായി എങ്ങനെയായി എന്നൊന്നും ചോദിക്കാതെ, അല്ലെങ്കിൽ സ്വന്തം മകൻ ജയിലിൽ കിടക്കുകയാണ്, അപ്പം അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു ക്ഷയണപ്രദക്ഷിണോ ഒരു പുഷ്പാഞ്ജലിയോ എന്തെങ്കിലുമൊക്കെ നടത്തി എങ്ങനെയെങ്കിലും മകനെ പുറത്തു കൊണ്ടുവരാൻ നോക്കാം. അല്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും. അതാണ് ഇപ്പൊ ഹരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞപ്പോ, നിർത്തടാ, മതിയുടെ നിന്റെ പ്രസംഗം. ആരാടാ നിന്നോട് എന്തെങ്കിലും നിന്നോട് ചോദിച്ചോ? ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. എന്നും ചായ കൊണ്ടുവെക്കുന്ന പോലെ ഞാൻ ഇവിടെ ചായ കൊണ്ടുവച്ചു. ഞാൻ അത്ര വലിയ ചെയ്തുള്ളൂ, അല്ലാതെ നിന്നോട് എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ വന്നോ? ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ മുഖത്ത് നോക്കി അറിയത്തില്ലേ ചോദിക്കാൻ പോകുന്നത് എന്താണ് ഏതാണെന്നൊക്കെയാണ്. അപ്പൊ നമ്മുടെ ശിവൻ പറഞ്ഞു, മനു നിർത്ത്, ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇവളോട് പറഞ്ഞു സത്യം പറഞ്ഞാല് ഇവളിപ്പൊ ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുമ്പോ അങ്ങോട്ടേക്ക് പ്രതികരിക്കാൻ പോവാതിരിക്കുക, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോ, ഓ അച്ഛനും മോനും കൂടെ ആയിക്കോ, മരുമകനെ രക്ഷപ്പെടുത്തിയില്ലോ. ഇനി ഇപ്പം പോരാഞ്ഞിട്ട് ഫ്രണ്ട് പേജില് കളർ ഫോട്ടോയും കൂടെ അടിച്ചങ്ങോട്ട് ഇറക്ക് നിങ്ങൾ പറയുന്ന പോലെ. ഓ എന്നാ പിന്നെ തികയൂല്ലോ, എല്ലാം തികയൂല്ലോ. അതെ, നിങ്ങളുടെ മോനല്ലേ ആ ജയിലിൽ കിടക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടോ? നിങ്ങൾക്ക് മോൻ ജയിലിൽ കിടക്കുന്ന എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടോ മനുഷ്യ? നിങ്ങൾക്കില്ല. അതെന്താ കാരണം എന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ ആ ബാലചന്ദ്രൻ മകൻ ജയിലിൽ കിടന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോ ഓടി നടന്ന് അലീനയെ പാട്ടിലാക്കി കൊണ്ടുവന്നില്ലേ രോഹിത്തിനെ ലാസ്റ്റ്. നിങ്ങൾക്ക് ഇതിന് വല്ലതും പറ്റണുണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് ഇതിനൊന്നും പറ്റത്തില്ല. നിങ്ങൾ മരുമകനെയും പെങ്ങളെയും പെങ്ങളുടെ കെട്ടിയോനെയും ഒക്കെ അങ്ങ് പൊക്കി വെച്ചുകൊണ്ടിരിക്കുക. കൂടത്തിന് ഒരു മകനും ഉണ്ടല്ലോ ചോരയോട് സ്നേഹമില്ലാത്തവൻ. എന്തെങ്കിലും കാണിച്ചു കൂട്ട്. എനിക്കെന്നാ, എന്റെ മകനെ ഓർത്തിട്ട് എനിക്ക് കരയാലോ, എനിക്ക് പറയാലോ. ഒരു വിഷമമേ, ഞാൻ വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ മാത്രമാണല്ലോ അവന്റെ അമ്മ, ഞാനാണല്ലോ അവനെ പ്രസവിച്ചത്, ഈ വയറ്. അപ്പൊ പിന്നെ എങ്ങനെ വേദനിക്കാതിരിക്കും? നിങ്ങൾ എന്തു വേണമെങ്കിലും വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞോ, പക്ഷെ എന്റെ മോനെ എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. അതിനേതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അങ്ങ് പോവുകയാണ്. കമലക്ക് ഇപ്പൊ ഇതൊരു ഹോബി ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, എന്താ അച്ഛാ ഇത് അമ്മ ഇങ്ങനെ ആയി പോയത്? എന്നെങ്കിലും ഒരു വെളിവും ബോധവും ഒക്കെ വീഴണ്ടേ? അതേ, കൊടുക്കണമായിരുന്നു നല്ല 2 പേട കൊടുത്തിരുന്നെങ്കിൽ പണ്ടേ നന്നായേനെ. ഇനിയിപ്പൊ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു പറഞ്ഞു, അല്ല വൈജി ആന്റിയുടെ കാര്യം എന്തായി? വൈജി ആന്റി റൂം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുവാണോ? എവിടെയോ ഫ്ലാറ്റ് എടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഒന്ന് ഓർത്തു നോക്കിക്കേ, രോഹിത് അവിടെ വന്നിരിക്കുക. അവന്റെ അവസ്ഥയെ ഭയങ്കരമായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ഭയങ്കരമാ. അപ്പൊ അതുകൊണ്ട് അവനെ ഒന്ന് നോർമൽ അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാൻ ചിലപ്പം അവന്റെ അമ്മയ്ക്കേ കഴിയത്തുള്ളൂ. ആ അമ്മയുടെ സ്നേഹവും അച്ഛന്റെ സ്നേഹവും. അതിനിടയിൽ അവരടിയും വഴക്കും ഉണ്ടാക്കി പിരിഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു സമയത്ത് ആ ചെറുക്കന്റെ മനോനില തെറ്റിപ്പോവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നേരെ ആകണമെങ്കിൽ വൈജ ആന്റി ഇപ്പം വേറെ റൂം എടുത്തോ ഫ്ലാറ്റ് എടുത്തോ മാറുകയല്ല ചെയ്യേണ്ടത് അച്ഛാ. ഇപ്പം ചെയ്യേണ്ടത് നിങ്ങളുടെ പെങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച് അവിടെ അങ്ങോട്ടേക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് കൊണ്ടുചെല്ല്. അതായിരിക്കും ആ കുടുംബത്തിന് നല്ലതെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ, ഓ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ പെങ്ങളൊക്കെയാ അമ്പിലും വില്ലിലും അടുക്കത്തില്ല. അല്ല, ഈ പറയുന്ന അച്ഛനും രാജീവങ്കിളൊക്കെ പറഞ്ഞാലല്ലേ അമ്പിലും വില്ലിലും അടുക്കാത്തത്. നമുക്ക് ഗംഗാധരൻ അങ്കിളിനെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ? ചിലപ്പോ ആ ഇതിൽ സംസാരിച്ചു കഴിഞ്ഞാലേ നമുക്ക് കാര്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നേ. ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഗംഗാധരൻ അങ്കിളിനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമായിരിക്കും എന്ന് പറഞ്ഞപ്പോ,
ഹാ, ഇനിയിപ്പൊ അതേ വഴിയുള്ളെന്നാ തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ചെകുത്താനും കടലിനും നടുക്ക് ഞാനായി പോയല്ലോ മനു. കമലയുടെ വായിലിരിക്കുന്ന കേൾക്കണം, പെങ്ങടെ കാര്യം നോക്കണം, ജയിലിൽ കിടക്കുന്ന മകന്റെ കാര്യം നോക്കണം. ഓ, ആകെപ്പാടെ തലയ്ക്ക് സ്വൈര്യമില്ല. ആ ഗൾഫിൽ അങ്ങനെ കിടന്നാ മതിയായിരുന്നു, ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തിട്ട് അങ്ങ് എണീറ്റ് അങ്ങ് പോയി കേട്ടോ നമ്മുടെ ശിവന്. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശിവൻ നേരെ പോയി ഫോൺ എടുത്ത് ഗംഗാധരനെ ഫോൺ വിളിക്കാനിട്ട്. അപ്പം ഗംഗാധരനെ ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഗംഗേട്ട, ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്, വേറൊന്നുമല്ല. ഗംഗേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം, ഇവിടം വരെ വരേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ. ഞാനിപ്പോ എന്തിനാ അങ്ങോട്ടേക്ക് വരണത്? അത് പിന്നെ വേറൊന്നും കൊണ്ടും അല്ല, വൈജയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ. അവളുടെ കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ തീരുമാനമൊന്നും ഉണ്ടാക്കിയില്ലേ? അവളേതോ റൂം എടുത്ത് മാറാൻ പോവുക എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ ഗംഗേട്ടാ? ഞാനും ചിന്തിച്ചപ്പോഴേ മനു പറയുന്നതിൽ കാര്യമുണ്ട്. അല്ല, മനു എന്ത് പറഞ്ഞെന്നാ ഈ പറയുന്നത്? അല്ല, മനു പറഞ്ഞത് വേറൊന്നും അല്ല. രോഹിത് ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അവന്റെ മാനസിക നില വളരെ തെറ്റിയിരിക്കുകയാണെന്നോ, അവൻ അവിടെ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നോ ഒന്നും അറിയത്തില്ലെന്നാ പറഞ്ഞത്. ആ ഒരു അവസ്ഥ അവന്. ആരോടും മിണ്ടാനോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അവിടെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. ഈ ഒരു സമയത്ത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കാന്നും കൂടെ ആ ചെറുക്കന് അത് താങ്ങാൻ പറ്റുമോ? അത് ഒരു കുടുംബത്തെ തകരുന്ന വിഷയല്ലേ. അലീന അവിടെ ഉള്ളിടത്തോളം കാലം വൈജ ആ വീട്ടിൽ കാലെടുത്ത് കുത്തൂലെന്നാ പറയുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് വൈജനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെ കൊണ്ടു ചെന്ന് എത്തിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഗംഗേട്ടൻ വിചാരിച്ചാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ. ഞാൻ എന്ത് വിചാരിക്കാനാ എന്റെ പൊന്നു ശിവ? എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാല്, അല്ല, നമ്മുടെ പെങ്ങടെ കാര്യല്ലേ. അതുമല്ല, രോഹിത്തിന്റെ അവസ്ഥ അത്രയ്ക്കും മാനസിക നില തെറ്റിയതുപോലെയാ. ഇപ്പൊ ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞു വിടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വൈജനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്നും തോന്നുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തണം. അത് ഗംഗേട്ടനെ കൊണ്ടേ പറ്റൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ വൈജ അങ്ങോട്ട് തന്നെ പോയെന്നിരിക്കും, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിലോ എന്തെങ്കിലും ഒരു രീതിയിലൊക്കെ അങ്ങ് ചെന്ന് പറ. മാത്രമല്ല, അവളോട് പറയണം, അത്ര പെട്ടെന്ന് അങ്ങോട്ട് നെടുമ്പുരയ്ക്കൽ വീട് വിട്ടു പോകാനേ. അവളെന്താ ഒരു പേരും ഊരും ഒന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്ന് വന്നാണോ? അവളൊരു തറവാട്ടിൽ നിന്ന് 4 പേരെ അറിഞ്ഞ് കല്യാണം കഴിച്ചോണ്ട് പോയതല്ലേ ഈ പറയുന്ന ബാലചന്ദ്രൻ. അപ്പൊ അവക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ അലീന ആധിപത്യം സ്ഥാപിക്കുമെന്നും പിന്നെ അലീന ആയിരിക്കും അവിടുത്തെ തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തേലുമൊക്കെ പറ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയോടുള്ള ദേഷ്യത്തിനെങ്കിലും അവള് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലും. അതേ ഉള്ളൂ ഇനി ഒരു മാർഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഗംഗേട്ടൻ നല്ലെന്ന് തോന്നിട്ട് വിളിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണോ എന്നൊരു സംശയം. ഇപ്പം നമ്മുടെ ഗംഗാധരനാണോ മൂത്തത്, ശിവശങ്കരമേനോനാണോ മൂത്തത്? എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരിക. നമ്മുടെ ഗംഗാധരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കഥയിൽ പ്രത്യക്ഷപ്പെടാറുള്ളല്ലോ, അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ഗംഗാധരൻ വരികയാണ് കേട്ടോ. അപ്പം ഗംഗാധരൻ ഇതൊക്കെ ഗംഗാധരൻ അറിഞ്ഞു. ഗംഗാധരന് അവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല, പെങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഗംഗാധരൻ തിരിച്ചെത്തുകയാണ്. ഗംഗാധരൻ നമ്മുടെ വൈജയനെയും ബാലചന്ദ്രനെ ഒന്നിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരികയാണ്. അപ്പൊ മനുവും ഗംഗാധരനും അതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കര മേനോനും ഒക്കെ ചേർന്നിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? നേരെ വൈജയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ വൈജയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചല്ലോ. അപ്പൊ വൈജയുടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പതിയെ വൈജ പിച്ച് വെച്ച് നടക്കുന്നുണ്ട്. നല്ലോണക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ വൈജയുടെ മനോധൈര്യം കൊണ്ടായിരിക്കാം വൈജ പിച്ച് വെച്ച് നടക്കുകയാണ്. സിസ്റ്റർമാരുടെ ഒന്നും സഹായമില്ലാതെ സ്വന്തം ആ ഒരു ബലത്തോടും ധൈര്യത്തോടും കൂടി മനോധൈര്യം അത്രയ്ക്കുമുണ്ട് നമ്മുടെ വൈജയ്ക്ക്. എത്രയും പെട്ടെന്ന് പോണമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്കും മനോധൈര്യത്തോടും കൂടി വെച്ച് നടക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഓ, ഇത് വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് അത്രയും വേദന സഹിക്കുന്നുണ്ടെങ്കിൽ, ഓ, ഭയങ്കര കട്ടിയുള്ള ഹൃദയം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഡോക്ടറും പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ കാരണം അത് വൈജയുടെ ഇത് തന്നെയാണ്. കാരണം വൈജയുടെ മനസ്സിന്റെ ആ ഒരു മനോധൈര്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പം, എങ്ങനെ മനോധൈര്യം കൊണ്ടുവരാതിരിക്കും ഡോക്ടർ? എനിക്കിപ്പോ മനോധൈര്യം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വൈജ തന്നെ പറയാണ്. അങ്ങനെ ഇവര് നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ ഗംഗാധരനും മനു എല്ലാവരും കൂടി ചേർന്നിട്ട്
നമ്മുടെ വൈജയനെ കാണാൻ വരികയാണ്. അങ്ങനെ മനു വെളിയിൽ അങ്ങാണ്ട് നിൽക്കുകയാണ് ഇവര് സംസാരിക്കുമ്പോൾ. മനു ഇവരോടെ കൂടെ കയറുന്നില്ല. കാരണം ആങ്ങളെയും പെങ്ങളെയും ആങ്ങളമാരും പെങ്ങൾക്കും മാത്രം അറിയാവുന്ന കുറെ ചുടല രഹസ്യങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് പുറത്തെടുത്തോണ്ട് വന്നിട്ടൊന്ന് പരുക്കൻ ഒന്ന് മാറ്റി ഒന്ന് മിനുസപ്പെടുത്തി എടുത്ത് നമ്മുടെ വൈജയുടെ മനസ്സിലൊരു ആന്തലൊക്കെ കത്തിച്ചിട്ട് പതുക്കെ ഒരു ഭീഷണിയുടെ സ്വരവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്ലാക്ക് മെയിലുള്ള രീതിയിലോ ഒക്കെ പറയണം എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചു വന്നത്. അപ്പം അതിനും അതായത് അത് പിന്നെയാണ് പിന്നെ പറയാം. ആദ്യം നമ്മുടെ അലീനയുടെ കാര്യം തന്നെ സംസാരിക്കാം. അലീന ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം പോകും. നീ ഒന്നുമില്ലാത്തവളായി മാറും. നീ ഒരു വലിയൊരു ധൈര്യശാലിയൊക്കെ ആണല്ലോ. നീ വലിയ ധൈര്യശാലിയാണ്. നീ വൈജ എന്ന് പറയുന്ന തലയെടുപ്പുള്ള ഒരു സ്ത്രീ ആണല്ലോ. നിനക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാ നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. തോറ്റ് തുന്നം പാടി ഇറങ്ങി പോകുന്നതാണെന്ന് വിചാരിക്കും. അപ്പൊ അതാണ് ആദ്യം കയ്യിൽ നിന്ന് ഇടുന്നത് കേട്ടോ. ഗംഗാധരനും നമ്മുടെ ശിവശങ്കര മേനോനൊക്കെ ആദ്യം അതാണ് കയ്യിൽ നിന്ന്. അപ്പൊ അത് പൊട്ടിയില്ലെങ്കിൽ, ആ ബോംബ് പൊട്ടിയില്ലെങ്കിൽ അടുത്ത ബോംബ് എന്ന് പറയുന്നത് ഭീഷണിയുടെ സ്വരം മാത്രമാണ്. അപ്പൊ ആ ഒരു 2 ബോംബുമായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ എങ്ങനെയുണ്ട് വൈജ ഇപ്പൊ നിനക്ക് എന്ന് ചോദിക്കുമ്പം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് മാറിയേ പറ്റത്തുള്ളൂ, അല്ലാതെ ആ ഒരുമ്പെട്ടവള് ഹോളിടത്തേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തു മണ്ടത്തരവ വൈജയ് നീ വിളിച്ചു പറയുന്നത്. നിന്നോട് പലതവണ ഞങ്ങൾ പറഞ്ഞു നീ ഒരിക്കലും പോകരുത് അങ്ങനെ. നീ ഒരിക്കലും വേറെ വീടെടുത്തോ, നീ റെന്റിനൊരു വീടെടുത്തോ ഫ്ലാറ്റ് എടുത്തോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചൊക്കെയോ പോകുന്നത് അത് നിന്റെ ഭീരുത്വമാണ്. നീയേ കൈതക്കൽ കുഞ്ഞിരാമമേനോന്റെ മകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരേ ഒരൊറ്റ പെങ്ങളാണ്. നീ തോറ്റു തുന്നം പാടി പോവുക എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കുന്നതിന് തുല്യമല്ലേ വൈജയ്? നീ എന്താ ഈ പറയുന്നത്? നീ ഇങ്ങനെ തോറ്റു തുന്നം പാടി പോകരുത്. അപ്പൊ നമ്മുടെ ശിവനും പറഞ്ഞു, ഗംഗാധരൻ പറയുന്നത് ശരിയാണ്, നീ അതുപോലെ തന്നെ ചെയ്യണം. കാരണം ഒരിക്കലും നമ്മൾ തോക്കാൻ പാടില്ല. കൈതക്കൽ തറവാട്ടിലെ ഒരേ ഒരു പെൺതരിയായ വൈജയൻ നീ തോറ്റു കഴിഞ്ഞാല് അത് കൈതക്കൽ തറവാട്ടിലെ കുഞ്ഞിരാമമേനോൻ നോക്കുന്ന പോലെയാണ്. മരിച്ചുപോയ അച്ഛനെ നിനക്ക് തോപ്പിക്കണോടി എന്നാണ് നമ്മുടെ ശിവൻ ചോദിച്ചത്. എല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വൈജ ആണെങ്കിൽ നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് തോന്നിവാസം ഈ പറയുന്നത്? എനിക്ക് പറ്റത്തില്ല. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ചെന്ന് മുട്ടുകുത്താൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ വൈജയാണ്, ഞാൻ കുഞ്ഞിരാമമേനോന്റെ മോളായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞപ്പോ നീ കുഞ്ഞിരാമമേനോന്റെ മോളാണെങ്കിൽ നീ പോകുക വൈജ ചെയ്യേണ്ടത്. നീ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പോലെ ആയി പോവുകയല്ലേ നീ പോകാതിരുന്നാല്. നീ ഫ്ലാറ്റ് എടുത്ത് വേറെ മാറി താമസിച്ചാല് ബാലചന്ദ്രന് എന്തുണ്ട് പോകാന്? ഒരു കുഴപ്പമില്ല പോകാന്. ബാലചന്ദ്രൻ നീ പോട്ടേന്ന് പറയും. നീ അവിടെ തോറ്റുപോകുന്ന ആരാ? നീ തന്നെയാ സ്വയം തോറ്റുപോകുന്നത്. നീ തോക്കാതിരിക്കണമെങ്കിൽ, നീ ജയിക്കണമെങ്കിൽ, നീ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ, അലീനെ അവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ നീ ആ വീട്ടിൽ ചെല്ലണം. എന്നാലേ അലീനെ അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ. നീ ചെന്ന് തന്ത്രപൂർവം അവിടെ കയറിയിട്ട് എന്ത് ചെയ്യണം? അലീനെ പറഞ്ഞു വിടാനുള്ള മാർഗം കണ്ടെത്തണം. അതല്ലേ ചെയ്യേണ്ടത്? ഞങ്ങളും ഉണ്ട് നിന്റെ കൂടെ കൂട്ടിന്. ഞങ്ങള് ചങ്ക് വിരിച്ച് നിന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ ആങ്ങളമാര്. അപ്പൊ നീ അങ്ങനെ വെറുതെ വെറും കൈയോട് കൂടി പോകുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരുടെയും മുമ്പില്, 4 ആളുടെ മുമ്പില് നിന്നെ താലി കെട്ടിയവനാണ് ബാലചന്ദ്രമേനോൻ. അവന് നീ വെറും സിമ്പിൾ ആയിട്ട് അവിടെ അവന് എല്ലാം അങ്ങോട്ട് ഒതുക്കത്തി കൊടുത്തിട്ട് അവന് ഇപ്പൊ എന്താ അവൻ ജയിച്ച മട്ടാവുകയല്ലേ? അത് വേണോടി വൈജ നിനക്ക്? നീ വൈജ ആവൂ. അപ്പം നീ വൈജ നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നീ വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിച്ചോണ്ട് നീ വൈജ ആവില്ല. നീ തോറ്റ വൈജ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേറിയിട്ട് നമ്മുടെ വൈജയ്ക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരവസ്ഥ. എന്ത് ചെയ്യണം? പോണോ വേണ്ടയോ? അലീന അവിടെ നിന്ന് പോകാതെ അങ്ങോട്ടേക്ക് കേറിയാൽ ഞാൻ തോറ്റപടി ആകുമോ? അതോ ഞാൻ പോയാലാണോ തോറ്റപടിയാകുന്നത്? അപ്പൊ ഇവര് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ തോറ്റു തുന്നം പാടി പോകുന്ന പോലെ ആവില്ലേ? വൈജ അങ്ങനെ തോക്കണം? വൈജ അങ്ങനെ തോറ്റു കൊടുക്കില്ല. വൈജയ്ക്ക് അങ്ങനെ തോക്കാൻ മനസ്സില്ല എന്ന് തന്നെ വൈജ സ്വന്തം മനസ്സിനോട് പറയുകയാണ്. ഏതായാലും വൈജ അവിടെ അടിപതറുകയാണ് കേട്ടോ. ഇവരെല്ലാവരും പറഞ്ഞ് ഒരു വിധത്തിൽ വൈജയെ മാറ്റിയെടുത്തിട്ടാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വൈജയെ കൊണ്ടുപോകുന്നത്. ഏതായാലും നമ്മുടെ വൈജയുടെ പുനർജന്മമാണ്, 2ാമത്തെ ജന്മമാണ്. ഇനി അവിടെ പോയി കിടന്നിട്ട് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. ഏതായാലും ഇതേ ഒരു സമയം നമ്മുടെ ബബിതയോട് വിളിച്ചു പറയുന്നുണ്ട്, അതെ ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെയാ മോളെ വരാൻ പോകുന്നത് എന്ന്. ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങോട്ടേക്ക് വരുന്നത്? അമ്മേ നമുക്ക് ഇവിടെ നിന്ന് പോകത്തില്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ തോറ്റു കൊടുക്കാനേ ഈ വൈജ തയ്യാറല്ലെന്നോ? ഇപ്പൊ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്നോ?
അമ്മ ഇങ്ങോട്ട് കയറിയാലല്ലേ അമ്മ തോക്കുന്ന പോലെയാ പോകുന്നത്. അതൊക്കെ നിനക്കിപ്പൊ തോന്നുന്നതാടി. ഞാനേ കൈതക്കൽ കുഞ്ഞിരാമമേനോന്റെ മോളാ. അങ്ങനെ ഞാൻ തോറ്റു കൊടുത്താലേ ശരിയാവത്തില്ല. അവക്ക് അവിടെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനും അവക്ക് ആ വീട് വിട്ടുകൊടുക്കാനും എന്നെ കൊണ്ട് മനസ്സില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല. അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ വൈജ എന്ന് പറയാ. പെട്ടെന്ന് ഈ മാറ്റം ഭവിതയ്ക്കും അങ്ങോട്ട് എന്തോ പോലെയായി പോയത്. ഭവിതയും കെട്ടും കണക്കൊക്കെ എടുത്ത് പുതിയ വീട്ടിലേക്ക് താമസം മാറാന്നൊക്കെ ഓർത്ത് കൊതിച്ചിരുന്നതാണല്ലോ. ഏതായാലും അങ്ങനെ നമ്മുടെ വൈജ തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തണം. അപ്പൊ ഇതിനു മുമ്പ് കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണമോളും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിന്റെ ആ മാനസിക നില തെറ്റിയിട്ട് രോഹിത്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് രോഹിത്തിന് അറിയത്തില്ലാത്തൊരു വെമ്പ്ലാന്തം പിടിച്ച ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ അലീനെ എത്ര അലീനെ മുഖത്തടിച്ചു കഴിഞ്ഞാൽ കൂടി അലീന നമ്മുടെ രോഹിത്തിനെ വിട്ടു പോവത്തില്ല. രോഹിത്തിനെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ അലീന ഇന്നലെ ബാലചന്ദ്ര മേനോനോട്? അതുപോലെ തന്നെ കൃഷ്ണമോളോടും പറയുന്നുണ്ട്, നിന്റെ ഏട്ടനെ ഞാൻ നിനക്ക് തിരിച്ചു തരും കൃഷ്ണമോളെ, നീ പേടിക്കരുത്. അവൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല മിടുക്കനായിട്ട് അവന് നല്ല നമ്മുടെ പഴയ രോഹിത്തായിട്ടല്ല പുതിയ രോഹിത്തായിട്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസ അലീന ചേച്ചീനെ. കാരണം ആ ശരണ്യനെ 3 പേര് കൂടി റേപ്പ് ചെയ്തപ്പെട്ട ആ പെണ്ണുണ്ടല്ലോ ശരണ്യനെ മാറ്റിയെടുക്കാൻ അലീന ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ രോഹിതേട്ടനെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ എന്റെ അലീന ചേച്ചിക്ക് കഴിയുന്ന എനിക്ക് അറിയാം. അലീന ചേച്ചി ഉറപ്പായിട്ടും അലീന ചേച്ചി മാറ്റിയെടുക്കും, എനിക്ക് വിശ്വാസമുണ്ട്. ഇനി എന്റെ അമ്മയും കൂടി ഇങ്ങോട്ട് വരട്ടെ. അല്ല, നിന്റെ അമ്മ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോ അയ്യോ ആ കാര്യം പറയാൻ ഞാൻ വിട്ടു. അമ്മ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. അമ്മ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കാ വരുന്നത്. അമ്മ ഫ്ലാറ്റ് എടുത്ത് വീടൊന്നും മാറുന്നില്ലെന്നേ. എന്തോ മരുമകളോ അതുപോലെ ശിവനങ്കിളോ ഗംഗാധരനങ്കിളോ ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് അമ്മേനെ പാട്ടിലാക്കിയാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും ഇങ്ങോട്ടേക്ക് അമ്മ വന്നു കഴിഞ്ഞാലേ അലീന ചേച്ചി കുറെ കഷ്ടപ്പെടും കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല മോളെ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നിന്റെ അമ്മ ഇവിടെ വിട്ട് പോയി വേറെ വീട് അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ താമസിക്കില്ല ഈ വീട്ടില്. ഞാൻ ആ നിമിഷം ഈ വീടിന്റെ പടി ഇറങ്ങും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിച്ച എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നത്. എന്തിനാണെന്ന് അറിയാമോ? അലീന ചേച്ചി ഈ വീടിന്റെ പടി ഇറങ്ങി പോവാതിരിക്കാന്. അലീന ചേച്ചി ഈ വീടിന്റെ പടി ഇറങ്ങി പോയി കഴിഞ്ഞാലേ പിന്നെ ഇതൊരു വീടാവോ? ഒരിക്കലും ആവില്ല. പണ്ടത്തെ പോലെ തന്നെ അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഇവിടെ എന്തൊക്കെയോ നടക്കുന്ന, അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. സമയത്തിന് ഭക്ഷണവും കിട്ടത്തില്ല, വാജിക്ക് രുചിയായിട്ടൊന്നും കഴിക്കാനും പറ്റത്തില്ല. അമ്മയുടെ കുറെ ഭരണവും അതും ഇതും ഒക്കെ. ഏതായാലും അലീന ചേച്ചി ഞാൻ വിടാൻ സമ്മതിക്കത്തില്ല. ഏതായാലും അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, എല്ലാം നമുക്ക് മാറ്റി കുറിക്കണം എന്ന് പറഞ്ഞപ്പം നിന്റെ അമ്മ വരുമ്പം നമുക്കെല്ലാം മാറ്റി കുറിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ വൈജ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വലതുകാല് വെച്ച് കയറുകയാണ്. പടി കയറി ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ അലീനയെ രൂക്ഷമായി നോക്കി ദഹിപ്പിച്ച് കൊന്നിട്ടാണ് കയറി ചെന്ന് റൂമിലേക്ക്, അതായത് നമ്മുടെ വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. ഏതായാലും കുറച്ച് ദിവസത്തേനോ അല്ലെങ്കിൽ കുറച്ച് മാസത്തേനോ അലീനയ്ക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഇനി എന്തായി കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ? അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ പ്രമോ വിശേഷത്തിനും അതുപോലെ ഡെയിലി ഫുൾ വിശേഷവും ഒക്കെ കേൾക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഒക്കെ കയറി കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.